ഇന്ന് നമുക്കൊരു പ്രതിഭാശാലിയെക്കുറിച്ച് അറിഞ്ഞാലോ? തൻ്റെ കരവിരുതും കണക്കിലെ കൃത്യതയും കൊണ്ട് കാലത്തെ അതിജീവിച്ച, തലമുറകൾക്ക് അത്ഭുതമായി മാറിയ ഒരു മഹാശില്പിയെ നിങ്ങൾക്കറിയാമോ? എങ്കിൽ ആ വിസ്മയത്തിൻ്റെ പേരാണ് പെരുന്തച്ചൻ. കേരളക്കരയുടെ ഐതിഹ്യങ്ങളിൽ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന പേരാണത്. ആരെല്ലാമോ ചേർന്ന് പടുത്തിയുയർത്തിയ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 മക്കളിൽ ഒരാൾ. പക്ഷേ വെറും ഒരാളായിരുന്നില്ല അദ്ദേഹം. ലോകത്തിലെ എല്ലാ അറിവുകളും തൻ്റെ വിരൽത്തുമ്പിൽ ഒതുക്കിയ ആശാരിമാരുടെ കുലഗുരു. പെരുന്തച്ചൻ എന്നാൽ വലിയ അച്ഛൻ എന്നല്ല, പരമോന്നതനായ ആശാരി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്രയേറെ മഹത്വം നിറഞ്ഞ ഒരു മനുഷ്യൻ ഒരു കൊലപാതകിയായി മാറിയെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അതാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യ ഹിയർ. എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം. മനുഷ്യന് കഴിവുണ്ടാകാം, പക്ഷേ ആ കഴിവ് അതിരുകടന്ന അഹങ്കാരമായി മാറിയാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പെരുന്തച്ചൻ്റെ ജീവിതം. തന്നോളം കഴിവുള്ള ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഒരിക്കലും തെറ്റിയിരുന്നില്ല. താൻ രൂപകൽപ്പന ചെയ്ത ക്ഷേത്രങ്ങളുടെ സൗന്ദര്യത്തിനൊപ്പം അതിൻ്റെ ആയുസ്സും 1000 വർഷങ്ങൾ നീണ്ടു നിന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വം. പക്ഷേ ഈ മഹത്വം പതിയെ അദ്ദേഹത്തെ ഒരു അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു. തൻ്റെ വാക്കുകളായിരിക്കണം നിയമം, തൻ്റെ കണക്കുകളായിരിക്കണം അന്തിമം. ഈ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിഷവിത്ത് പോലെ വളർന്നു. ഈ അഹങ്കാരമാണ് തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പോലും മറന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പെരുന്തച്ചന് തൻ്റെ അതേ വൈഭവമുള്ള ഒരു മകനുണ്ടായിരുന്നു. ആദ്യമൊക്കെ മകനിലെ പ്രതിഭ കണ്ട് അദ്ദേഹം അഭിമാനിച്ചു. താൻ നേടിയതെല്ലാം മകൻ അതിവേഗം പഠിച്ചെടുത്തു എന്ന് മനസ്സിലാക്കി. പക്ഷേ മകൻ പഠിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത്, തിരുത്താനും തുടങ്ങി. ഒരു ഗുരുവായി അതിനെ കാണേണ്ടതിന് പകരം പെരുന്തച്ചൻ്റെ മനസ്സിൽ മറ്റൊന്നാണ് കണ്ടത്. അദ്ദേഹം ഒരു നിമിഷം ആത്മഗതം ചെയ്തു. ഇവൻ എന്നെക്കാൾ കേമനാണോ? ഈ ചോദ്യം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. തൻ്റെ സിംഹാസനം, തൻ്റെ സ്ഥാനം, തൻ്റെ പ്രശസ്തി എല്ലാം ഈ മകൻ തട്ടിയെടുക്കുമോ എന്നൊരു ഇരുണ്ട ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇഴഞ്ഞു കയറി. അങ്ങനെ ഇരിക്കെയാണ് ആ നിർണായകമായ ദിവസം വന്നെത്തുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടക്കുകയാണ്. ഒരു പ്രധാന തൂൺ സ്ഥാപിക്കണം. പെരുന്തച്ചൻ്റെ കണക്കിൽ സംശയിച്ച മകൻ വിനയത്തോടെ അദ്ദേഹത്തെ തിരുത്തി. അച്ഛാ, തൂണിൻ്റെ സ്ഥാനം ഇത്തിരി മാറിയാണ് വെച്ചിരിക്കുന്നത്. മഴക്കാലത്ത് വെള്ളം കെട്ടിനിന്ന് അടിത്തറയ്ക്ക് കേടുവരും. തൂൺ ഇത്തിരി കൂടി താഴണം എന്ന് പറഞ്ഞു. പെരുന്തച്ചൻ രഹസ്യമായി അളന്നു നോക്കി. മകനാണ് ശരി. ഈ സത്യം അദ്ദേഹത്തിന് താങ്ങാനായില്ല. ആ നിമിഷം പിതാവ് എന്ന സ്നേഹബന്ധം അവിടെ മരിച്ചു. ആശാരി എന്ന അസൂയ മാത്രം അദ്ദേഹത്തിൽ അവശേഷിച്ചു. താൻ ദൈവമായി കരുതിയ കണക്കുകൾ തെറ്റിച്ചവൻ സ്വന്തം മകനായിരുന്നിട്ടും അദ്ദേഹത്തിന് അതൊരു ഭീഷണിയായി മാത്രം തോന്നി. മകൻ സംശയം തീർക്കാൻ തൂൺ സ്ഥാപിക്കുന്ന കുഴിയിലേക്ക് തലയിട്ട് അളവ് നോക്കുകയാണ്. പെരുന്തച്ചൻ മകന് മുകളിൽ നിൽക്കുന്നു. ആ സമയത്ത് അഹങ്കാരവും അസൂയയും അദ്ദേഹത്തിൻ്റെ കൈകളെ നിയന്ത്രിച്ചു. തൻ്റെ ജീവിതത്തിൽ എല്ലാമായ ഉപകരണം, തൻ്റെ ഉളി, അദ്ദേഹം അബദ്ധത്തിൽ എന്ന വ്യാജേന മകൻ്റെ കഴുത്തിലേക്ക് താഴെയിട്ടു. ആ ശബ്ദം, ആ നിമിഷം, ഒരു പിതാവിൻ്റെ സ്നേഹം അവിടെ തകർന്നു വീണു. പ്രതിഭയുടെ രക്തം നിലത്ത് ചിതറി. അവിടെ മകൻ മരിച്ചില്ല, പിതൃത്വമാണ് മരിച്ചത്. ലോകം കണ്ട ഏറ്റവും വലിയ ആശാരി തൻ്റെ മകൻ്റെ ചോരക്കറ പുരണ്ട കൈകളോടെ താഴെ ഇറങ്ങി വന്നു. അതൊരു അപകടമായിരുന്നില്ല, അത് അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ കൊലപാതകമായിരുന്നു. അവിടെ നിന്ന് പെരുന്തച്ചൻ നടന്നു നീങ്ങിയത് ഒരു കൊലപാതകിയായിട്ടാണ്. തൻ്റെ ശേഷിച്ച ജീവിതം മുഴുവൻ ആ ഉളിയുടെ ശബ്ദം അദ്ദേഹത്തെ വേട്ടയാടി. തൻ്റെ കഴിവിനെ അദ്ദേഹം ശപിച്ചു. തൻ്റെ പേര് അദ്ദേഹത്തിന് തന്നെ ഒരു ഭാരമായി മാറി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്?
അസൂയ എന്ന വികാരം എത്രത്തോളം ശക്തമാണെന്ന്, അല്ലേ? ഒരു മനുഷ്യന്റെ എല്ലാ കഴിവിനെയും സ്നേഹത്തെയും വിവേകത്തെയും അതില്ലാതാക്കുന്നു. തൻ്റെ രക്തത്തിൽ പിറന്ന മകനോട് പോലും അത് കരുണ കാട്ടിയില്ല. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അസൂയകളുടെ കണക്കുകൾ ഉണ്ടാവാം. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെക്കാൾ മികച്ചവരായിരിക്കാം. അവരെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് പെരുന്തച്ഛൻ്റെ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രതിഭയെ വാഴ്ത്തുക, എന്നാൽ ആ പ്രതിഭയിൽ അഹങ്കാരം കലരുമ്പോൾ അത് ദുരന്തമാണ് എന്ന് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ പെരുന്തച്ഛൻ എന്ന ഈ മഹത്തായ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു കഥയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.